ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട വസ്തു വെള്ളമാണ്. കാരണം നമ്മുടെ ശരീരഭാരത്തിന്റെ 65% നമ്മുടെ ബ്രെയിൻ എടുത്താൽ 83% വെള്ളമാണെന്ന് പറഞ്ഞു. ഹൃദയം എടുത്താൽ 80%, ബ്ലഡ് എടുത്താൽ അതുപോലെ തന്നെ 80% വെള്ളമാണ്. കാരണം എന്താ അറിയോ, നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സഞ്ചരിക്കുന്ന ഒരു ദിവസം 11,000 കിലോമീറ്ററാണ് മിനിമം യാത്ര ചെയ്യുന്നത്. ബ്ലഡ് എത്ര ഉണ്ട്? ബ്ലഡ് ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലുള്ളത് 5 ലിറ്ററാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ എത്രത്തോളം ദൂരം യാത്ര ചെയ്യുന്നു, പണികളൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ അത് വെള്ളത്തിന്റെ സപ്പോർട്ടോടുള്ളൂ. അപ്പൊ ആ വെള്ളം ഏറ്റവും നല്ലതാക്കി തീർത്താൽ മാത്രമേ വെള്ളത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിക്കും ബോഡിയിൽ നടക്കുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പോഷകങ്ങളെ വരെ ജീർണതയിലേക്ക് നയിച്ച് അതിനെ കൃത്യമായി പോഷകങ്ങളെ വേർതിരിച്ച് ശരീരത്തിലെ ബ്ലഡിലേക്ക് മാറ്റിവിടണമെങ്കിൽ ആര് വേണം? ബ്ലഡ് വേണം, ഈ വെള്ളം വേണം. അപ്പൊ ആ വെള്ളം ഇന്ന് നമ്മൾ കഴിക്കുന്ന വെള്ളത്തിൽ അതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഡെമോ ചെയ്യുന്നത്. ഇത് നമ്മളെ മലപ്പുഴ ടാപ്പിൽ നിന്ന് എടുത്ത വെള്ളമാണ്. ഇത് നമ്മുടെ ഫിൽറ്റർ, മിക്കവാറും വീടുകളിൽ നിന്നുണ്ടാവും ഫിൽറ്റർ ഉണ്ടാവും അല്ലേ? ഫിൽറ്റർ ഉണ്ടാവും. അപ്പൊ ഫിൽറ്ററിലൂടെ ശുദ്ധീകരിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? നല്ല വെള്ളം. നമ്മുടെ അവസ്ഥ നല്ല വെള്ളം എന്ന് പറയുന്നത് ഡെഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇതിലെന്തില്ല? ജീവനുള്ള വസ്തുക്കളൊന്നും നമ്മൾ ഈറ്റും പുറത്തല്ല. അതിലുള്ള കെമിക്കലോ കാര്യങ്ങളൊക്കെ പോയി. അതിൻ്റെ കൂടെ എന്ത് പോയി? അതിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസ് പോലും അതിലില്ലാണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ രണ്ട് വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ ശരിക്കും സാധാരണ രീതിയിൽ ഈ മഴക്കാലം വരികയാണ് അല്ലെ, നല്ല കാറ്റും മഴയും വരുമ്പോ ഇലക്ട്രിക് കമ്പികൾ എവിടെയെങ്കിലും പൊട്ടി വീഴും അല്ലെ, എവിടെയോ പൊട്ടി വീഴും. പക്ഷെ വെള്ളത്തിന്റെ പാസേജ് ഉണ്ടെങ്കിൽ ഏത് നടന്നാൽ എന്ത് വരും? ഷോക്ക് അടിക്കും, ആള് പോകും അല്ലെ, അല്ലെങ്കിൽ ആൾക്ക് ഷോക്ക് അടിക്കും. അപ്പൊ അങ്ങനെ വെള്ളത്തിലൂടെ ഷോക്ക് അടിക്കുന്നെങ്കിൽ ഇതും അതുപോലെയുള്ള ഒരു സംവിധാനം. ഇപ്പൊ രണ്ട് പൊട്ടി വീഴുമ്പോഴാണ് വെള്ളത്തിലൂടെ ഇത് വരുന്നത് എല്ലാം സംഭവിക്കുന്നത്. അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ വെള്ളത്തില് ഇത് നോക്കാം. ഒരു കറണ്ട് ഉണ്ട്, ഇതിൽ ഇട്ടു. എന്താണ് സംഭവം? ഏറ്റവും നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത വെള്ളം. അപ്പൊ അതിലെന്തില്ല? നമ്മൾക്ക് എനർജി തരാനുള്ള ഒരു സാധനമായിരിക്കും. ഇതേ കാര്യം നമുക്ക് ഇതിലിട്ട് നോക്കാം. മലപ്പുഴ വെള്ളം എന്താ? മലപ്പുഴ വെള്ളത്തിൽ കുറേശ്ശുണ്ട്. കാരണം എന്താ? അതില് ഇതുപോലെ നമ്മൾ വെച്ചിട്ടുള്ള ഫിൽറ്റർ പോലെ ഫിൽറ്റർ ചെയ്തതല്ല വരും. കുറെ സെഡിമെന്റ്സ് അതിലെ അഴുക്കളും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ചെറിയ തോതിലുണ്ട് അല്ലേ? അപ്പോ മിക്കവാറും വീടുകളിൽ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ഫിൽറ്റർ വെള്ളമാണ്. ആ ഫിൽറ്റർ വെള്ളത്തിൽ എന്തുണ്ടാവില്ല? ഇതുപോലെ ചെയ്യാനുള്ളത്